അമ്മ അതും പറയും അതിനപ്പുറം പറയും. അതെ, ഇന്ദ്രനെ ഞാൻ പ്രസവിച്ചതല്ലെന്നേ ഉള്ളൂ. അവനെ വളർത്തി വലുതാക്കി ഇന്ന് ഈ കാണുന്ന നിലയിൽ എത്തിച്ചത് ഞാൻ തന്നെയാ. പിന്നെ ഇതൊന്നും ഒരിക്കലും വിളിച്ചു പറയേണ്ടി വരുമെന്ന് ഞാൻ കരുതിയതല്ല. അതിന് അവസരം ഉണ്ടാക്കിയത് നിങ്ങളെല്ലാരും കൂടി തന്നെയാ. അതൊന്നും മറന്ന് ഒരുത്തനും ഇവിടെ സംസാരിക്കാൻ നിൽക്കണ്ട. കണ്ണാ, ഇന്ദ്രേട്ടൻ എന്താ കടയിലേക്ക് വരാത്തേ? എന്തെങ്കിലും അസുഖമാണെന്ന് അറിയാത്തോണ്ടാ വിളിക്കാതെ ഞാൻ ഇങ്ങോട്ട് പോന്നേ. ഞാൻ നിന്നെ വിളിക്കാനിരിക്കായിരുന്നു. താക്കോല് തരാം, നീ കട തുറന്നു. ഞാനിന്ന് വരുന്നില്ല. എന്തു പറ്റി? യാത്ര വല്ലതും ഉണ്ടോ? അതൊക്കെ ഉണ്ട്. അനു, നീ ആ താക്കോലെടുത്ത് കൊടുക്ക. ഇല്ല ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടൻ കടയിൽ പോകുന്നില്ലെങ്കിൽ ഇന്ന് കട തുറക്കണ്ട. അനു, നീ എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്ക്. കടയിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റിയ സിറ്റുവേഷനിലല്ല ഞാൻ. അങ്ങനെയൊക്കെ ഇന്ദ്രേട്ടന് തോന്നുന്നതാ. ഇങ്ങനെ വീട്ടിൽ കയറി ഒളിക്കാൻ മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അത് എടുത്തി പറഞ്ഞത് ശരി. നമ്മളെ താർക്കാൻ നോക്കുന്നവർക്ക് മുന്നില് തോറ്റു കൊടുക്കുകയല്ല വേണ്ടത്. അമ്മ ഇപ്പൊ ഇങ്ങനെ ഒരു ബോംബ് പൊട്ടിച്ചതിന്റെ കാരണം തന്നെ ഇന്ദ്രേട്ടനെ മാനസികമായിട്ട് തകർക്കുക എന്നുള്ളതാ. എനിക്കെല്ലാം അറിയാം, പക്ഷെ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. ഇന്ദ്രേട്ടാ, ഞങ്ങൾ എല്ലാരും ഇന്ദ്രേട്ടനൊപ്പം അല്ലേ? ഇപ്പൊ തോറ്റു കൊടുത്താ പിന്നെ അത് ഞങ്ങളെ എല്ലാവരെയും തോൽപ്പിക്കുന്ന പോലെയാവും. പിന്നെ ഇന്ദ്രേട്ടൻ ഇപ്പൊ തകർന്നാ അത് കണ്ട് സന്തോഷിക്കാൻ മാത്രമായിരിക്കും പലരും ചെയ്യുന്നത്. ഈ വീടിന്റെ നട്ടലെന്ന് പറയുന്നത് തന്നെ ഇന്ദ്രേട്ടനാ, അത് മറക്കരുത്. ഞാനിപ്പോ എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നത്? പഴയതുപോലെ കടയിൽ പോണം. എല്ലാ കാര്യങ്ങളും ഒരു മാറ്റവും ഇല്ലാതെ ചെയ്യണം. ഇനിയിപ്പം അഥവാ കടയിൽ പോകുന്നില്ലെന്നാ തീരുമാനമെങ്കിൽ എന്നാ പിന്നെ കട തുറക്കണ്ട. ഇപ്പോ ഞാനെന്താ ചേട്ടാ ചെയ്യണ്ടേ? കസ്റ്റമേഴ്സ് വരാനുള്ള സമയമായി. കണ്ണാ, നീ ചെല്ല്, ഞാൻ വരാം. ശരി എന്നാ. ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടനെ ഇന്ദ്രേട്ടനാക്കിയത് നമ്മുടെ കടയാ, അത് മറക്കണ്ട. ഞാനത് റെഡി ആവട്ടെ. സാവകാശം ഇന്ദ്രേട്ടന്റെ എല്ലാ വിഷമങ്ങളും നമുക്ക് മാറ്റിയെടുക്കാം ശ്യാമേ. വാവിനെ പറഞ്ഞ സമയത്തിന് എത്തിയല്ലോ.
ഞാൻ എല്ലാ കാര്യത്തിലും വളരെ പങ്ക്ച്വൽ ആയിട്ടുള്ള ആളാ. അതാ എല്ലാ കാര്യങ്ങളും സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അത് വളരെ നല്ല കാര്യമാണ്. ഒരു കാര്യം ചെയ്, വിനയൻ ആദ്യം നമ്മുടെ കടയൊന്ന് കാണാം. അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ആയിക്കോട്ടെ.